ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനയാണ് കേട്ടോ. അപ്പൊ ജലജയാണെങ്കിൽ പാറ വെക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കാണല്ലോ. അപ്പൊ ജാനകിനെ ഇളക്കാൻ വേണ്ടി എത്ര നല്ലൊരു അവസരമാ ജാനകി നിന്റെ മകന് കിട്ടിയിരിക്കുന്നത്. MD സീറ്റ് കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ കാര്യമാണോ? ദേ എന്റെ മോൻ അഭിയൊക്കെ ആഗ്രഹിച്ചതായിരുന്നു ഈ MD സീറ്റ് കിട്ടാന്നൊക്കെ പറഞ്ഞാല്. പക്ഷെ എന്ത് ചെയ്യാനാ, അവനൊന്നും അതിനുള്ള യോഗമില്ല. യോഗം വന്നത് അനിക്കാ. എന്നിട്ടോ അനിക്കിപ്പോ MD സീറ്റ് വേണ്ടാന്ന്. അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ മാത്രം വല്ലതും ഉണ്ടോ? ഈ ആദർശിന്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എന്തിനാ വെറുതെ അനിയുടെ ജീവിതം പാഴാക്കുന്നത്? മൂർത്തി ജ്വല്ലറിയുടെ MD ആകാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ അത്രയ്ക്ക് നിസ്സാര കാര്യമല്ല. അച്ഛൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ MD ആകുന്നത് തന്നെയാ നല്ലത്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഞാൻ അവനോട് ആവുന്ന തരത്തിൽ പറയുന്നുണ്ട്. അവനാണ് ആദർശില്ലാത്തതിന്റെ വിഷമത്തിലാ. ഏതായാലും ചെറുപ്പം മുതലേ അവര് കളിച്ചു വളർന്നവരല്ലേ. ആദർശനെ കണ്ടല്ലേ അവൻ വളർന്നതോ? അയ്യോ, ആദർശനെ കണ്ട് വളരാതിരിക്കുന്നതാ നല്ലത്. അവനെ കണ്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു ഉപകാരം ഇല്ലാതെ പോകും. അവൻ ഇത്രയും നാളും തട്ടി മുട്ടിയൊക്കെ എങ്ങനെയോ കയറി വന്നതാ, അല്ലാതെ അവന് വിവരവും ബോധം ഉണ്ടായിട്ടല്ല. അങ്ങനെയാണെങ്കിലേ അവൻ ഈ MD സീറ്റ് രാജിവെച്ച് പോകുവോ? ഒരിക്കലും ഇല്ല. ഏതായാലും പറ്റിയ ചാൻസാ, വിനിയോഗിക്കാൻ പറ്റിയ ചാൻസ്. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ ദേവയാനി വരുന്നത്. ദേവയാനി വരുമ്പോഴത്തേക്കും, അതെ ജലജെ, നിനക്കിവിടെ പണിയൊന്നുമില്ലേ? അത് പിന്നെ പണിയൊക്കെ തീർന്നെടുത്തി. പണിയൊക്കെ തീർന്നല്ലേ നിന്റെ? പണി തീർന്നെങ്കിൽ അടുത്ത പണി ഞാൻ തരാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മോനും മരുമോളും പോയ വിഷമത്തിലാ ഞാന്. അത് ഞാൻ നിന്റെ മെക്കിട്ട് തീർക്കും. അറിയാലോ, മര്യാദയ്ക്ക് ഇവിടുത്തെ പണിയും ചെയ്ത് മറ്റുള്ളവരുടെ മനസ്സിൽ വിഷം കുത്തി വെക്കാതെ ഏതെങ്കിലും മൂലക്കിരുന്നോ, ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും ജലജയെന്ന് പറയുമ്പോ, എന്തിനാ ഏടത്തിയുടെ മകളും മകനും കൂടെ പോയതിന് എന്റെ മെക്കിട്ട് കയറുന്നത്? നിന്റെ മെക്കിട്ട് കയറൂടി. നിന്റെ മെക്കിട്ടും നിന്റെ മകന്റെ മെക്കിട്ടും കയറും. അതിനായ കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് കേറാം. മര്യാദക്കിരുന്നോ. ദേ അവിടെ ഇവിടെ ചെന്ന് പരദൂഷണം പറഞ്ഞ് പരന്ന് നടക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നീ, അല്ലെങ്കിൽ കിച്ചണിൽ പോ, ഞാൻ അടുത്ത പണി തരാം എന്നൊക്കെ പറഞ്ഞപ്പോ, ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാൻ എന്ത് പറയാനാ, എനിക്ക് പരദൂഷണവും അങ്ങനെ ഏഷണിയൊക്കെ പറയേണ്ട കാര്യമില്ല എനിക്ക് ഇനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജലജ അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അഭി കയറി വരുന്നുണ്ട്. അപ്പൊ അഭി കയറി വന്നു കഴിയുമ്പോഴത്തേക്കും, അനി കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ആദർശ് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ആദർശേട്ടൻ ഒരിക്കലും MD സീറ്റിൽ ഇനി ഇരിക്കില്ല. ആദർശേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ആകുന്നത് വരെ ആദർശേട്ടൻ അകന്ന് നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, അനി മോനെ, നീ ഒരു കാര്യം ചെയ്യണം. മുത്തശ്ശൻ നിനക്ക് അങ്ങനെ ഒരു പൊസിഷൻ തരുന്നുണ്ടെങ്കിൽ നീ MD സീറ്റിൽ ഇരിക്കണം. അതിനിപ്പോ എന്തിനാ നീ ഇത്രയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമത്തോടു കൂടി കാണുന്നത്? ഒരിക്കലും ആദർശനെ നീ തട്ടി മാറ്റിയിട്ട് കയറിയൊന്നും അവിടെ ഇരിക്കുന്നതല്ലല്ലോ. ആദർശന് ഇപ്പം തൽക്കാലം അവിടെ ഇരിക്കാൻ പറ്റില്ല. ആദർശ് ഇപ്പൊ തൽക്കാലം ഒന്ന് മാറി നിൽക്കട്ടെ. ഇനിയിപ്പൊ ആദർശ് വന്നു കഴിയുമ്പം നിനക്ക് ആ ഒരു സീറ്റ് ആദർശിന് കൊടുക്കാലോ. അതുവരെയെങ്കിലും നീ ഒരു കാര്യം ചെയ്യണം, നീ മാറി നിൽക്കണം എന്നിങ്ങനെ പറയാണ്. അല്ല, മാറി നിൽക്കണം എന്നല്ല, നീ MD സീറ്റിൽ അത് വേറെ ഒരാൾക്കും കൊടുക്കാതെ നീ തന്നെ അത് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ, എന്റെ പൊന്ന് ഇന്ന് അമ്മായി നല്ലോ എന്താന്നാ വിളിക്കുന്നത്, പെട്ടെന്ന് അപ്പച്ചി, അത് തന്നെ അപ്പച്ചി, എനിക്ക് MD സീറ്റിൽ ഇരിക്കാൻ ഒരു കൊതിയോ മോഹമോ ഒന്നുമില്ല. മാത്രമല്ല ഒരിക്കലും ആദർശേട്ടന്റെ ഒപ്പം ഞാൻ വരില്ല. ഞാന് ഇപ്പൊ അവിടെ പോയി കിടന്ന് തന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് മാത്രം പരിചയം എനിക്കുള്ളൂ. അപ്പൊ പിന്നെ മൂർത്തി ജ്വല്ലറിയുടെ തലപ്പിൽ MD സീറ്റിൽ ഞാൻ ഇരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല, എന്നെ കൊണ്ട് അതിന് സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അജയൻ പറയുന്നുണ്ട്, ജയൻ പറയുന്നുണ്ട്, അത് പിന്നെ മോനെ, നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, ഇങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. ഒരു കാര്യം പറയാലോ, ഞാനും അജയനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും MD സീറ്റ് ആദർശന് കൊടുത്തിട്ടുണ്ടെങ്കിലേ അതിന് തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ആ കാരണങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി മുത്തശ്ശനത് നിനക്ക് തരുന്നുണ്ടെങ്കിൽ ഇത് നിനക്ക് ചിലപ്പോൾ ഡെവലപ്പ് ആകാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആദർശ് വരുമ്പം നീ പതുക്കെ മാറിക്കോ. പക്ഷെ നിനക്ക് കിട്ടിയ ഈ ഒരു അവസരം നീ അത് വിനിയോഗിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഒരിക്കലും നീ അത് നിരസിക്കുകയല്ല ചെയ്യേണ്ടത്, വിനിയോഗിക്കണം. ആദർശേട്ടനും ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല വല്യച്ഛ, ഞാനത് ശരിയാവില്ല. ഒരിക്കലും
ആദർശേട്ടന്റെ ഒരു സ്ഥാനം അതൊരിക്കലും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഞാനിത് മുത്തശ്ശനോട് തന്നെ സംസാരിക്കും, മുത്തശ്ശിയോടും സംസാരിക്കും. ഒരിക്കലും ഞാൻ ആ സീറ്റ് ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും ഞാൻ അതിൽ ഇരിക്കില്ല. കാരണം എന്റെ ആദർശേട്ടനെ മാറ്റിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാലേ അത് വലിയ ദൈവം നിന്നെ ആയി പോകുമെന്ന് പറഞ്ഞപ്പോ, മോനെ നീ മനസ്സിലാക്ക്, ഒരിക്കലും ആദർശൻ നീ അവിടെ ഇരിക്കുന്നത് കൊണ്ട് വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. ആദർശ് വേറെ ആരവിടെ ഇരിക്കുന്നേക്കാൾ കൂടുതൽ നീ അവിടെ ഇരിക്കുന്നതാണ് ആദർശ് കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ ഉചിതമായ തീരുമാനം അത് എടുക്ക്, നീ അല്ലത് എടുത്തു ചാടി ഒന്നും തീരുമാനിക്കില്ലെന്ന് പറയാ. അങ്ങനെ നമ്മുടെ അനി നേരെ പോയപ്പോ ജാനകി വന്നിട്ട്, എന്താടാ അനി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് കിട്ടിയ അവസരം നീ വിനിയോഗിക്കുകയല്ലേ ചെയ്യേണ്ടത്? എല്ലാവരും ഈ അവസരത്തിനായിട്ട് നോക്കിയിരിക്കുക, കാത്തിരിക്കുക. അപ്പൊ നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ദേ, ആദർശിനെ ഒരിക്കലും നീ അടിച്ചിറക്കിയതല്ല, അതുപോലെ ഈ വീട്ടിൽ നിന്ന് ആദർശിനെ ആരും അടിച്ചിറക്കിയിട്ടില്ല. അവൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ? ഓ, ആദർശേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് പോയതൊക്കെ ആയിരിക്കും. പക്ഷേ ആദർശേട്ടനെ MD സീറ്റിൽ നിന്ന് മാറ്റിയത് മുത്തച്ഛൻ തന്നെയാണല്ലോ. ആ മുത്തച്ഛനാണല്ലോ എന്നെ ആ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്താൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ആദർശേട്ടൻ ഒരിക്കലും ഇഷ്ടത്തോടു കൂടിയല്ല ആ MD സീറ്റിൽ നിന്ന് മാറിയിരിക്കുന്നത്. ആദർശേട്ടന്റെ ഗതികേട് അതുകൊണ്ട് മാത്രം ആദർശേട്ടൻ രാജിക്കത്ത് കൊടുക്കുകയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തത്. എന്റെ ആദർശേട്ടനെ എനിക്ക് അങ്ങനെ കൈവിടാനായിട്ട് പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ആദർശേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ. അതിന് ഞാൻ MD സീറ്റിൽ കയറി ഇരിക്കല്ലേ ചെയ്യേണ്ടത്. ഇതിന്റെ പിന്നിൽ എന്താണ് പ്രശ്നം, ആരെങ്കിലും ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയേണ്ടത്. അല്ലാതെ ഒരിക്കലും ആദർശേട്ടൻ പോയ സ്ഥാനത്ത് കയറി ഒരു സീറ്റ് ഉറപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല അമ്മേ, അതൊന്നും മനസ്സിലാക്കുക. ഓ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദേ, ആ ജലജയുടെ മോനെ അഭിയങ്ങാണം ആയിരുന്നെങ്കിൽ ഇപ്പൊ ഓടി ചെന്ന് ആ സീറ്റ് കൈയടക്കി അവിടെ ഭരിച്ചേനെ. നിന്നെ കൊണ്ട് അതിനു പോലും കഴിവില്ലാതെ പോയല്ലോ മോനെ എന്ന് പറയുമ്പോ, ദേ അമ്മ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കഴിവില്ലെന്ന് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ ആദർശേട്ടൻ ഇല്ലാത്ത ആ മൂർത്തീസ് ജ്വല്ലറിയും ആദർശേട്ടൻ ഇല്ലാത്ത അനന്തപുരി തറവാടൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ നയനയെടുത്തി ഇല്ലാത്ത ഈ വീട് എത്രമാത്രം നമ്മൾ ഉൾക്കൊണ്ടാലും അതൊന്നും അതിനൊപ്പം എത്തില്ല. അത് കാരണം നയനടുത്ത് ഈ വീട്ടിൽ വന്നതോടുകൂടി തന്നെ ഇവിടെ കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരാളാ നയനടുത്തി. അതിനോടൊപ്പം ആദർശനും അങ്ങനെ തന്നെയാണ്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ അതിന് അർഹനല്ല, എന്നെ കൊണ്ട് അതിനാവില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും മുത്തശ്ശനോടും പറയാൻ വേണ്ടി നമ്മുടെ അനി നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, നീ തന്നെ വേണം MD സീറ്റിൽ ഇരിക്കാൻ മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ അനി പറയുന്നുണ്ട്, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല മുത്തശ്ശ, എനിക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല മുത്തശ്ശ, എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഞാൻ MD സീറ്റിൽ ഇരിക്കില്ല. ഞാൻ ആദർശേട്ടനെ കണ്ടു, ആദർശേട്ടന്റെ മനസ്സ് എനിക്കറിയാം, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ആദർശേട്ടൻ. എന്തിനാ ആദർശേട്ടനെ മുത്തശ്ശൻ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശേട്ടനില്ലാത്ത മൂർത്തീസ് ജ്വല്ലറിനെ കുറിച്ച് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ മുത്തശ്ശ എന്ന് പറയുമ്പോൾ, നിർത്ത്, നീ ഇതിനെക്കുറിച്ച് കൂടെ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനം എടുത്തു, നീ അതനുസരിക്കും, നീ തന്നെ ആയിരിക്കും MD സീറ്റിൽ ഇരിക്കുക. അത് ഞാനാ പറയുന്നത്, വേറെ ആരുമല്ല, മൂർത്തീസ് ജ്വല്ലറിയുടെ നെടുന്തൂണായ ഈ മൂർത്തിയ പറയുന്നത്, ഈ അനന്തപുരി തറവാട്ടിന്റെ നെടുന്തൂണായ ഈ മൂർത്തിയ പറയുന്നത്, ഇവിടെ എന്ത് നടക്കണം നടക്കണ്ട എന്ന് എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ തീരുമാനിക്കും. അപ്പൊ പിന്നെ ഇവിടെ ഈ സീറ്റിൽ ഇരിക്കേണ്ടത് ആരാ? വേറെ ആരുമല്ല, ഈ സീറ്റിൽ ഇരിക്കേണ്ടത് ഇപ്പം നീ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ അനിക്കൊന്നും പറയാനായിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. അനി എന്ത് പറയണം? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ഈ ജോലി ഭാരം എല്ലാം കൂടി എടുത്ത് തലേ വെക്കാനും പറ്റത്തില്ല. കാരണം എനിക്കതിനുള്ള ഒരു കപ്പാസിറ്റിയോ കൽപ്പമൊന്നും ഇല്ല. അപ്പൊ ഏതായാലും നമ്മുടെ അനി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, എങ്ങനെയാ അദ്ദേഹം കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ പതുക്കെ ഇപ്പൊ ഏതായാലും MD സീറ്റിൽ അവൻ തന്നെ ഇരിക്കട്ടെ, പിന്നെ നമ്മൾ തീരുമാനിച്ച പോലെ ആ കാര്യങ്ങളും നാടകങ്ങളൊക്കെ നീങ്ങുന്നതെങ്കിൽ ഉടനെ തന്നെ അവൻ വരുമല്ലോ ആദർശം. അവൻ വന്നു കഴിയുമ്പം എല്ലാം ഓക്കെ ആയിക്കോളും. അനിയെ മാറ്റിയിട്ട് നമുക്ക് വേറെ ആളെ കയറ്റേണ്ട ആവശ്യമില്ലല്ലോ, ആദർശനെ തന്നെ കയറ്റാലോ എന്ന്. മാത്രമല്ല, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഇനിയിപ്പോ അനി ഇരുന്നില്ല എങ്കിൽ അതിന് പകരക്കാരനായിട്ട് വേറൊരാളെ നിയമിക്കും എന്നും ആരാണ് പറഞ്ഞിരിക്കുന്നത്? മൂർത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം അനിയെ കൊണ്ട് പറ്റില്ല എങ്കിൽ ഒരു പിടിച്ചു കെട്ടി കസേരയിൽ ഇടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ ആ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവന്നേ പറ്റൂ എന്നും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അജയനും ജയനും ദേവയാനിയും ഒക്കെ കൂടി തീരുമാനിക്കുകയാണ്, അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയിൽ വേറൊരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം കഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളാകുമ്പോൾ കുഴപ്പമില്ല. അപ്പം അനിയെ നിർബന്ധിക്കുകയാണ്. ഏതായാലും അനി എല്ലാവരും നിർബന്ധിച്ചു കഴിയുമ്പോഴത്തേക്കും കുടുംബത്തിൽ നിന്ന് പുറത്തു നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ്, അതെന്താണ്
അതിനെത്രത്തോളം ഭവിഷ്യത്തുണ്ട് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവര് പറയുന്നതനുസരിച്ച് ഹനി ആ ഒരു സീറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഇപ്പം വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. നഷ്ടപരിഹാരത്തുക കൂടുതൽ കിട്ടൂലോ. MD ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സ്വന്തം ഭർത്താവിന് വരുമാനം എത്രയാണോ അതിന്റെ ഇത്ര ഷെയർ ആണല്ലോ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വേണുവും രേവതിയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. പൈസ ഇനിയും കുന്നുകൂടുമല്ലോ, മാത്രമല്ല കോടതിയിൽ പറയാനൊരു കാര്യം കൂടെ ആയല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഇതേസമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ നയനയുടെ അമ്മയും കനകയും അതുപോലെ ഗോവിന്ദനുമാണ്. അപ്പൊ കനകയും ഗോവിന്ദനും നന്ദു ഉണ്ട് കേട്ടോ. അപ്പൊ ഇവര് മൂർത്തീസ് ജ്വല്ലറിനെ കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ആ സീറ്റിൽ ഒഴിഞ്ഞു മാറി. അവിടെ ഇപ്പൊ അനി വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് നമ്മുടെ ഗോവിന്ദൻ. അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് നമ്മുടെ മരുമകനായിരുന്നുവല്ലോ അവിടെ ഇരിക്കേണ്ടത്, പക്ഷെ അതിപ്പം മാറിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദു പറയുന്നുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ എനിക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാനൊന്ന് അന്വേഷിക്കണം, പക്ഷെ നിങ്ങൾ അതിന് സമ്മതിക്കില്ലല്ലോ. അനിയെ പോയി കാണാനോ അനിയായിട്ട് സംസാരിക്കാനോ ഒന്നും സമ്മതിക്കില്ലല്ലോ എന്ന് പറയുമ്പോ ഇനിയിപ്പോ ഇത് നീ അവസരം മുതലെടുക്കാണോ എന്നുള്ള രീതിയിൽ കനക ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ അവസരം മുതലെടുത്ത് എന്തവസരം മുതലെടുക്കാനാ അമ്മേ ഞാന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഇപ്പൊ ഗോവിന്ദനും വഴക്ക് പറയാം, നീ കൂടുതൽ പറയുമൊന്നും വേണ്ട, പലതും കണ്ടു കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നീയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അനിയുടെ കൂടെ ഒരു പെണ്ണിനെ എപ്പോഴും കാണാം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ നീയാണോ എന്ന് എനിക്ക് വലിയ ഡൗട്ട് ഉണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഏതായാലും നന്ദു തന്നെയാണ്. അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും കണക്ഷൻ ഉണ്ടെന്ന് ഇവർക്കറിയില്ല, പക്ഷെ അനുവും നന്ദുവും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഏതായാലും അങ്ങനെ ഒരു ചെറിയൊരു തർക്കിക്കുന്ന ഒരു സീനാണ്. എങ്ങനെ വന്നാലും നമ്മുടെ ഗോവിന്ദനും കനകയ്ക്കും ഭയങ്കര വിഷമാണ്. ആദർശ് ആ സീറ്റിൽ നിന്ന് മാറിയല്ലോ, നമ്മുടെ മരുമകനായിരുന്നല്ലോ അവിടെ ഇരുന്നത്, അതിപ്പോ മാറേണ്ടി വന്നല്ലോ. അതെന്തിനാണ് മൂർത്തി സാറ് മാറ്റിയത്, അനന്തമൂർത്തി മാറ്റിയത്? അത് ഭയങ്കരമായിട്ടും ഇവരെ ഹെർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവരുടെ മരുമകനാണല്ലോ, അപ്പം ഹെർട്ട് ചെയ്യൂലോ. അപ്പൊ അങ്ങനെ അത് നമ്മുടെ കനക ദുർഗരെയും ഗോവിന്ദനെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ നന്ദു ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ എന്താണ് കളികൾ ഒക്കെ നടക്കുന്നത്, ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്, നമ്മുടെ ആദർശിന്റെ നിരപരാധിത്വം തെളിയിക്കണം. അപ്പൊ അതിനൊക്കെ നമ്മുടെ നന്ദുവും ആദർശിന്റെ കൂടെയും കിരണിന്റെ കൂടെയും ഒക്കെ ഇറങ്ങി തിരിച്ച് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ AM ജ്വല്ലറിയുടെ പ്ലാനൊക്കെ കാണിക്കുന്നുണ്ട്. AM ജ്വല്ലറി വളരെയധികം മുമ്പിലെത്താൻ വേണ്ടി നമ്മുടെ അഭിയെ കൂട്ടുപിടിക്കുന്നുണ്ട്. അഭിയെ കൂട്ടുപിടിച്ചുകൊണ്ട് AM ജ്വല്ലറി മുന്നിലേക്ക് പോവുകയാണ്, കുതിക്കുകയാണ്. നമ്മുടെ നവ്യയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഏതായാലും അഭി പറയുന്നതെല്ലാം മൂർത്തീസ് ജ്വല്ലറിയുടെയും അനന്തപുരി തറവാടിന്റെയും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം ഈ AM ജ്വല്ലറിയുടെ കയ്യിൽ അതേപടി ചെന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നവ്യയോട് പറയേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് AM ജ്വല്ലറീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അതെന്താ നവ്യയോട് പറഞ്ഞാലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടേം ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എനിക്കറിയാം, നിങ്ങൾ അത്രയ്ക്ക് നല്ല രീതിയിലല്ല പോകുന്നതെന്ന് പറയുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിനകത്തെ കാര്യങ്ങൾ അറിയാന്ന് പറയുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. മാത്രമല്ല മൂർത്തീസ് ജ്വല്ലറിയുടെയും അതുപോലെ അനന്തപുരി തറവാടിന്റെയും ഓരോ രഹസ്യങ്ങളും ഓരോ ജ്വല്ലറിയും ചോർത്തുന്നുണ്ട്. അതിലൊരു ജ്വല്ലറി ആണല്ലോ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ജ്വല്ലറികൾ തമ്മിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ പുറത്ത് അറിയാം. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ആണിത്. ഞങ്ങൾ അതുപോലെയാണ് ഞങ്ങളിപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജ്വല്ലറി ഉയർത്തിക്കൊണ്ട് വരാന് അതിനൊരു പ്രധാന പങ്ക് അഭിക്കും ഉണ്ട്. കാരണം അഭിക്കും അതിന്റെ ലാഭം തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അഭിനെ കൂടെ നിർത്തുന്നുണ്ട്. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും ആദർശം നയനയും തിരിച്ചിനി അനന്തപുരി തറവാട്ടിലേക്ക് എന്നെത്തും, നമ്മുടെ ആദർശിന്റെ നിരപരാധിത്വം തെളിയിക്കുവോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അപ്പൊ നയനയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് നമ്മൾ എന്നും നമ്മുടെ ജിൽജിൽ ചിന്നുവിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചോളൂ. ഇനിയിപ്പം കണ്ടപ്പോൾ ലൈക്ക് അടിക്കാത്തവരെ ഇപ്പം ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ഇപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമേ.